നമസ്കാരം. ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് മുട്ടയൊക്കെ വെച്ചിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കാം. ഇതെങ്ങനെയാണെന്നൊന്ന് കാണാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1.5 ഗ്ലാസ് മൈദ ഇടാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു മുട്ടയും 4 ടേബിൾ സ്പൂൺ തൈരും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചെറിയ ചൂടുവെള്ളം അല്പാൽപമായിട്ട് ഒഴിച്ചിട്ട് ഇത് നമ്മൾ ചപ്പാത്തിയേക്കാൾ ലൂസായിട്ടുള്ള ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം. നമ്മൾ അടയ്ക്കൊക്കെ മിക്സ് ചെയ്യില്ലേ, ആ ഒരു പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ നേരത്തേനൊന്ന് മാറ്റി വെക്കാം. ആ സമയത്തേക്ക് നമുക്കിതിൻ്റെ കൂട്ടത്തിലിടാനുള്ള മറ്റ് സാധനങ്ങളൊക്കെ റെഡിയാക്കാം. ഇതിനായിട്ട് 2 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മുട്ടയൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കൊരു പാൻ ചൂടാക്കി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണയൊക്കെ ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് കറിവേപ്പില ഒഴികെയുള്ള ബാക്കി സാധനങ്ങളെല്ലാം കൂടെ ഇതിനകത്തേക്കിടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകാൻ തുടങ്ങുന്ന ആ സമയത്ത് നമുക്കിതിനകത്തേക്ക് 1.5 ടീസ്പൂൺ മുളക് ചതച്ചതും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ കറിവേപ്പിലയും കൂടി ഇടാം ഇതിനകത്തേക്ക്. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. മുട്ട ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും ബ്രെഡിൻ്റെയും ബണ്ണിൻ്റെയും ഒക്കെ മാവാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടക്കൂട്ട് ചേർക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിലൊരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഒരു 2 നുള്ളി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവും മുട്ടയെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ നല്ലപോലെ ചൂടാക്കി അതിലേക്ക് എണ്ണ വരട്ടാം. എന്നിട്ട് നമുക്ക് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച ശേഷം നമുക്കിതിനകത്തേക്ക് മാവിടാം. ഒരു സ്പൂണിൽ കുറേശ്ശെ കോരിയിട്ട് ഒരു സ്പാറ്റില വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് വെക്കാം. അധികം എടുക്കരുത് കേട്ടോ, ഒത്തിരി ആയിക്കഴിഞ്ഞാൽ കട്ടിയായി പോകും, വേഗം താമസം വരുവേ, സൈഡൊക്കെ കരിഞ്ഞു പോവുകയും ചെയ്യും. ഇനി ഇത് അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിടാം. നമുക്ക് വേണമെങ്കിൽ ഈ ബണ്ണ് ഏറെ എണ്ണയിൽ വറുത്ത് കോരാവേ, പക്ഷേ അങ്ങനെ ആകുമ്പോൾ ഇതിൽ എണ്ണ പിടിക്കും. ഇതിപ്പോൾ കുറഞ്ഞ എണ്ണയിൽ നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അല്പം ഹെൽത്തിയുമാണ് കേട്ടോ. ഒത്തിരി എണ്ണയൊന്നും കുടിക്കില്ല ഇതിന്. ഒരു 2 മിനിറ്റ്, ഒരു 1.5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് അല്പനേരം കൂടി ഒന്ന് വെക്കാം. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഈ സൈഡൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.